അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ലഹരി വിൽപ്പന നടത്തിയ പശ്ചിമ ബംഗാൾ സ്വദേശി ആലുവയിൽ പിടിയിൽ. ബംഗാൾ സ്വദേശി രജീഷ് ഷെയ്ഖിനെയാണ് 1.5 കിലോ കഞ്ചാവുമായി എക്സൈസ് പിടികൂടിയത്. കൊച്ചിയിൽ നിന്ന് ചേരുന്നത് എസ് ശ്യാംകുമാറാണ്. ശ്യാമ, ഞാനിവിടെ അതിശയിക്കുന്നത് ഇവരെങ്ങനെയാണ് ഇവരെയൊക്കെ കണ്ടെത്തുകയും ഇവരുടെ കയ്യിൽ ലഹരിയുണ്ട്, ഇവരാണ് ഇത് വിൽക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കുന്നത്. അതിന്റെ കാരണം അതെങ്ങനെയാണ്? ക്രിസ്റ്റീന, ഈ സംവിധാനങ്ങൾ ഈ ആളുകളെ നിരീക്ഷിക്കുന്നതിനും അത്തരക്കാരെ കണ്ടെത്തുന്നതിനും വേണ്ടിയിട്ട് എക്സൈസിനും പോലീസിനും ഒക്കെ ഇന്റലിജൻസ് സംവിധാനങ്ങളുണ്ട്. അവർ കൊടുക്കുന്ന ചെറിയ വിവരങ്ങൾ പോലും പിന്നീട് അത് ഇന്റലിജൻസ് ഡെവലപ്മെന്റ് എന്ന സംവിധാനത്തിലൂടെയാണ് ഇത്തരക്കാരെയൊക്കെ നിരീക്ഷിക്കുന്നത്. ഏതായാലും ഈ കേസിൽ രജീബ് ഷെയ്ഖ് എന്ന പശ്ചിമ ബംഗാൾ സ്വദേശിയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ഇയാൾ ആലുവ പൂക്കാട്ടുപടിക്ക് സമീപത്ത് വ്യാപാര ഭവന്റെ പുറകുവശം ഒരു വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത്. അവിടെ നിന്നാണ് 1.5 കിലോ കഞ്ചാവുമായിട്ട് ഇയാളെ എക്സൈസ് പിടികൂടിയത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇയാൾ നിരീക്ഷണത്തിലായിരുന്നു. പ്രത്യേകിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾക്കാണ് ഇയാൾ ലഹരി വസ്തുക്കൾ വിറ്റിരുന്നത് എന്നാണ് എക്സൈസ് കണ്ടെത്തിയത്. പക്ഷേ തെളിവ് സഹിതം പിടികൂടുന്നതിന് എക്സൈസിന്റെ നിരന്തര നിരീക്ഷണത്തിലായിരുന്നു പ്രതി. ഇയാളുടെ വീട്ടിൽ കഞ്ചാവ് എത്തിച്ചിട്ടുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എക്സൈസ് പരിശോധിക്കുകയും കഞ്ചാവ് സഹിതം ഇയാളെ ഇപ്പോൾ പിടികൂടുകയും ചെയ്തിരിക്കുന്നത്. ശരി, എസ് ശ്യാംകുമാറാണ് വിശദാംശങ്ങളുമായി ചേർന്നത്.